ഇങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വെളിയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഗരം മസാല പൗഡർ യൂസ് ചെയ്യാതെ വീട്ടിലുള്ള ഗരം മസാലയുടെ ഐറ്റംസ് വളരെ കുറച്ച് ചേർത്തുകൊണ്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് പൊടികൾ ചേർക്കണം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇനി മല്ലിപ്പൊടി ചേർക്കണം. അതേ അളവ് തന്നെയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്, 2.5 ടേബിൾ സ്പൂൺ. ഗ്യാസ് ഇപ്പം ഞാൻ ഓണാക്കിയിട്ടില്ല. പൊടിയെല്ലാം എടുത്തതിന് ശേഷം ഗ്യാസ് ഓണാക്കിയാൽ മതിയാവും. ഇനി വളരെ കുറച്ചളവ് മാത്രം ഗരം മസാല ഐറ്റംസ് ചേർക്കുക. 2 ചെറിയ കഷ്ണപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ബേ ലീഫിൻ്റെ ഒരു പകുതി, കൂടെ തന്നെ 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. പൊടിയെല്ലാം മൂത്ത് കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മൂത്ത മണം വരും, അതുവരെ വറുത്തെടുക്കണം. എല്ലാ പൊടി ഒരുപോലെ മൂത്ത് കിട്ടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കൂടുതലായിട്ടും എരിവുള്ളത് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാം. അളവിൽ വ്യത്യാസം വരരുത്, അളവ് ഇത് തന്നെ എടുക്കണം. അതായത് പാകത്തിന് കളറൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊരു പുക പോലെ അകത്തുനിന്ന് വരാൻ തുടങ്ങും. അതായത് കരിഞ്ഞതല്ല, നന്നായിട്ട് മൂത്തതാണ്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നതാണ് നല്ല. അതേ പാത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് മൂത്ത് പോകും. ഒന്ന് ആറി വരട്ടെ, അതിനായിട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും ചൂട് കട്ടിയുള്ള അതേ കടായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഇല്ല സൺഫ്ലവർ ഓയിൽ അതിൽ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുക. കൂടെ തന്നെ കുറച്ചേറെയായിട്ട് വറ്റൽമുളക് ചേർക്കുക. ഇത് വരട്ടിയെടുക്കുമല്ലേ. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് ചേർക്കാം. ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുന്നതേ ഉള്ളൂ. പെരിഞ്ചീരകം കരിഞ്ഞു പോലെ. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് സവാള. നീളത്തിലരിഞ്ഞ സവാള 2 കപ്പ് ചേർക്കുക. ഈ 2 കപ്പ് എന്ന് പറയുന്നത് 3 സവാളയുണ്ട്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് വഴന്ന് വരികയും വേണ്ട. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. സവാളയ്ക്ക് പകരമായിട്ട് കുഞ്ഞുള്ളി മാത്രമായിട്ടും വേണേലും ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പകുതി സവാളയും പകുതി കുഞ്ഞുള്ളിയുമായിട്ടും ചേർക്കാവുന്നതാണ്. കുഞ്ഞുള്ളി മാത്രമായിട്ടാണ് ചേർക്കുന്നെങ്കിൽ ഒരു 4 പീസായിട്ടൊക്കെ മുറിച്ച് കുറച്ച് ചേർക്കുക. കുറച്ച് അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇടുക. അതാകുമ്പോൾ ലാസ്റ്റിൽ ഇങ്ങനെ ഈ ചിക്കൻ വരട്ടിനകത്ത് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. സവാള പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 2 ടീസ്പൂൺ ചേർക്കുക. ഞാൻ അരയ്ക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് എടുക്കുന്ന വെളുത്തുള്ളിയുടെ നേർപകുതിയായിരിക്കും ഇഞ്ചി. കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് കൂടെ കീറിയത് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർക്കാം. കഴുകി വാരി ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇതിലെ വെള്ളം തോർന്നതാണ്. 1 കിലോയ്ക്ക് ഒരു 100 ഗ്രാം കുറവാണിത്. ഇനി തീ അല്പം കൂട്ടി വെച്ചുകൊണ്ട് 1 മിനിറ്റ് നേരത്തോളം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നതായിട്ട് കണ്ടില്ലേ. ഇത്രയും മതി, 1 മിനിറ്റ് മതിയാകും. ഇനി വറുത്ത പൊടി ചൂടല്പം ഒന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതുകൂടി ചേർക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കണം. സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്പം, അതനുസരിച്ച് ഇവിടെ ഉപ്പ് ചേർക്കുക.
വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരണ്ട് കിട്ടണം. ഈ ഒരു റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ചൂട് കട്ടിയുള്ള ഒരു പരന്ന പാത്രമായിരിക്കും. ഇനി ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. എന്തിനാണ് വെള്ളം ഒഴിക്കുന്നതെന്നൊരു ചിന്ത ആർക്കെങ്കിലും വരാതിരിക്കത്തില്ലല്ലോ. ഇതിൽ വെള്ളം ഇറങ്ങി വരില്ല. കാരണം ഞാൻ ചിക്കൻ നല്ലോണം കഴുകി വാരി അരിപ്പ പാത്രത്തിലിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരത്തോളം വെള്ളം നല്ലവണ്ണം തോർന്നിരിക്കുമായിരുന്നു. ഒന്ന് പിന്നെ 2 ഞാൻ നല്ലവണ്ണം 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തില്ലേ. പിന്നെ പരന്ന പാത്രത്തിലാണ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരത്തേയില്ല. വളരെ കുറച്ചൊരു നനവ് മാത്രമേ വരത്തുള്ളൂ. ഇതാ ഞാൻ മൂടി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂട് കയറിയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം അധികം വന്നിട്ടില്ല. വീണ്ടും അതുപോലെ തന്നെ തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറഞ്ഞ തീയിലിട്ട് വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. തീരെ കുറച്ചിടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിടാം. ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കണം. ഇതിപ്പം നോക്കിയാലും വെള്ളം വന്നിട്ടില്ല. ഒരു വളരെ കുറച്ചുള്ള നനവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനകത്ത് വേണം വരട്ടി എടുക്കാനായിട്ട്. വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒരു 1/4 വേവാകുമ്പോൾ വേണം അടുത്ത ഐറ്റംസൊക്കെ ചേർക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കണം. അപ്പോഴത്തേനും ആ മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞ് പരുവത്തിലായിട്ട് ആ ചിക്കനിലൊക്കെ പിടിച്ചിരിക്കും. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യണം. പോരെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ചിക്കന് ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. അതിനുശേഷം മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വരട്ടിയെടുക്കാനാണെങ്കിൽ റോസ്റ്റ് പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നിട്ടുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ബാക്കി വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ പൊടിയുടെ അളവ് ഇതിൽ കറക്റ്റാണ്. ചിക്കനിലങ്ങ് ഒരുപാട് പൊതിഞ്ഞ് പൊടിയിരിക്കരുത്. അങ്ങനെ നല്ലതല്ല. അതുകൊണ്ടാണ് പൊടിയുടെ അളവും ചിക്കൻ്റെ അളവും ഞാൻ എടുത്ത് പറയാനുള്ള കാരണം. ഒരു 1/4 വേവ് ആയതിനു ശേഷം ഇനി ചേർക്കേണ്ടതാണ് വറുത്ത് പൊടിച്ച ഉലുവായുടെ പൊടിയാണ്. 2-3 നുള്ളു മാത്രമായിട്ട് ചേർക്കുക. ഒരു തക്കാളി മാത്രം മതിയാകും. മീഡിയം സൈസ്. കുറച്ചേറെയായിട്ട് കറിവേപ്പിലയും ചേർക്കുക. തക്കാളിയാണ് പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് നനവോടുകൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ലവണ്ണം ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമേ സൺഫ്ലവർ ഓയിലാണ് ചേർത്തതെങ്കിൽ ഈ സമയത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതായിരിക്കും. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ആ തൊലിയൊക്കെ ഒന്ന് വെന്തിട്ടൊന്ന് അലന്ന് വരും. അത്രയും മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഒരൈറ്റം കൂടെ ചേർക്കാനുണ്ട്. തക്കാളി ഒന്ന് വെന്ത് വന്നോട്ടെ. ഇങ്ങനെ കുറച്ച് നേരം നിരത്തി ഇടുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ വരട്ടിയെടുക്കുക. ചിക്കനൊക്കെ വെന്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചിക്കനൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയുടെ ലാസ്റ്റിൽ വിതറുക നിങ്ങളുടെ എരിവിനനുസരിച്ച്. എന്നിട്ട് 2-3 മിനിറ്റ് ചെറുതീയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്നുകൂടി ഒന്ന് തോർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളറായിരിക്കും. ഇതുപോലെ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. ഇനി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.